ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് കേട്ടോ. നല്ല പൂർണ്ണ നിലാവ് കണ്ടില്ലേ, എന്ത് രസകരമായിട്ടാണ് കാണുന്നതല്ലേ. അപ്പോൾ നേരത്തെ എഴുന്നേറ്റു, മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കി. ഇപ്പോൾ സമയം 4:30 മണിയായി. അപ്പോൾ രാവിലെ അടിച്ചു വാരലും ക്ലീനിങ്ങും അങ്ങനെയുള്ളതെല്ലാം കുറേയൊക്കെ ചെയ്യാന്ന്. പിന്നെല്ലാം എന്തായാലും എത്ര തലേദിവസം എങ്ങനെ ചെയ്തു വെച്ചാലും എന്തായാലും ഞങ്ങളുടേത് ഈ ഓട് വീടും ഒരു പഴയ വീടാണ്, പഴയ ക്വാർട്ടേഴ്സാണ്. അപ്പോൾ എന്തായാലും പൊടി ഉണ്ടാവും. അതല്ല, ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെയൊക്കെയാണ്. രാവിലെ ഒന്നും കൂടിയൊക്കെ ഒന്ന് തുടയ്ക്കലും വൃത്തിയാക്കലൊക്കെ ചെയ്യാം കേട്ടോ. വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി തലേദിവസമൊക്കെ കഴുകി തുടച്ച് വെച്ചതാണ്. എന്നാലും ഒക്കെ കഴുകി തുടയ്ക്കാമെന്ന്. പിന്നെ ഇന്ന് ഗ്യാസ് അടുപ്പ് അതെല്ലാം വൃത്തിയാക്കലാണ്. ഗ്യാസ് അടുപ്പൊക്കെ തലേദിവസം എല്ലാം വൃത്തിയാക്കി വെച്ചു. തലേദിവസം പഴകിയ ഭക്ഷണങ്ങളൊക്കെ എല്ലാം കളഞ്ഞു. എന്നിട്ടെല്ലാം തേച്ച് കഴുകി കമത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ടും അതെല്ലാം തുടയ്ക്കലും വൃത്തിയാക്കലും എന്നാലേ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതെല്ലാം ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഭക്ഷണ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇന്ന് ചെറിയൊരു കഥ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു കഥയാണ് കേട്ടോ. കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടായ കാര്യങ്ങൾ, അതായത് തിരുവാതിര ദിവസം ഞങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞേക്കാളും ഒക്കെ മുന്നൊക്കെ നമുക്ക് പല കാര്യങ്ങളും പലതുപോലെയല്ല ഉണ്ടാവും എല്ലാവർക്കും. കല്യാണം കഴിഞ്ഞ ശേഷം എല്ലാം മാറി മറിയും അല്ലേ. അപ്പോൾ എനിക്കുണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയണത് കേട്ടോ. അത് നല്ല രസകരമായ കഥയാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എല്ലാവരും കാണണം. എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനും ഒന്ന് തൊട്ടാലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കാണാനും പറ്റും. അപ്പോൾ ഇതുവരെ എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്കിതാ ഇതൊക്കെ ക്ലീനിങ് ഒന്നൊക്കെ കഴിഞ്ഞ് വേണം എനിക്ക് കുളിക്കാൻ. കുളിയെല്ലാം കഴിഞ്ഞ് നമുക്ക് വിളക്ക് അപ്പം നമ്മളുടെ വിളക്ക് വയ്ക്കലും ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേർക്കോലിൽ പോയി. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് പെരളശ്ശേരി പോകണം കേട്ടോ. ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വീഡിയോ ഷൂട്ട് എടുക്കാറില്ല. എനിക്ക് പൊതുവേ ഒരു പേടിയാണ്, അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ എത്തിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഒരു പേടിയാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥലം എടുത്തത് ഈ ഭാഗത്തായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ആ ഭാഗത്തിൽ കൂടെ അവിടെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം പെരളശ്ശേരിക്ക് പോകാൻ. അങ്ങനെ പെരളശ്ശേരിക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു കഥ പറയാമെന്ന്. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ച വീഡിയോസ് ഉണ്ടല്ലോ, അതായത് ഈ രാവിലെ കുളിക്കലും അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വിളക്ക് വയ്ക്കലും, അത് എത്ര പേർക്ക് ഇഷ്ടമുണ്ട് അതൊന്ന് എന്നോട് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങളത് പെരളശ്ശേരിക്ക് പോകണു. പെരളശ്ശേരിക്ക് പോകുമ്പോൾ എനിക്ക് പറയാനുള്ള കഥ ചെറിയൊരു കഥയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ രാവിലെ ഇതുപോലെ തലേദിവസമൊക്കെ ഒരുക്കി വയ്ക്കും. തിരുവാതിരയ്ക്ക് തലേദിവസമൊക്കെ ഒരുക്കി വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കും. പിന്നെ പല്ല് തയ്ക്കാൻ ഇന്നത്തെ കാലത്ത് പല ഉമിക്കരി കൊണ്ടോ പേസ്റ്റ് കൊണ്ടൊന്നും ഈ വ്രത ദിവസം ചെയ്യില്ല. നല്ല മാവിൻ്റെ തണ്ടില്ലേ, മാവിൻ്റെ ഇലേൻ്റെ അവിടെയുള്ള ആ തണ്ട് എടുത്ത് പൊട്ടിച്ചിട്ട് അതും പിന്നെ ഇടാനുള്ള വസ്ത്രമൊക്കെ എടുത്ത് വെച്ച്, പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പുല്ലാനിക്കിഴങ്ങെന്ന് പറയും, അതെല്ലാം എടുത്ത് ആ പുല്ലാനിക്കിഴങ്ങും അതെല്ലാം എടുത്തിട്ട് നമ്മുടെ ആ കൊട്ടയിലാക്കി വയ്ക്കും. അതിനുശേഷം
ഓരോ വീട്ടിൽ നിന്നും ഇതുപോലെ എത്ര ആൾക്കാരുണ്ട് അവരൊക്കെ ഇങ്ങനെ വരുവേ. എന്നിട്ട് വന്നിട്ട് ഓരോ വീടിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് അവിടെ ഈ മതിലൊന്നുമല്ല അന്നത്തെ കാലത്ത്, വേലി എന്നാൽ വേലീൻ്റെ അവിടെ പോയിട്ട് മെല്ലനെ തട്ടും. അപ്പോൾ ഓരോരുത്തരെ പേര് വിളിക്കും. പേര് വിളിച്ചിട്ട് അവരെല്ലാവരും വരും. എന്നിട്ട് ഈ കമ്പ്രാന്തലെന്ന് പറയും, ഒരു തരം വിളക്കുണ്ട്. ആ വിളക്കും കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ തൂക്കുവിളക്കില്ലേ, തൂക്കുവിളക്കായിരിക്കും ഉണ്ടാവുക. തൂക്കുവിളക്കും പിടിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓരോ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് നല്ല രസകരമായ തിരുവാതിര പാട്ടും പാടിയിട്ട് ഇങ്ങനെ പോവും. അതിനുശേഷം ഞങ്ങളുടെ അവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ അവിടെ ഒരു കുളമുണ്ട്, അങ്ങനെ നല്ല അമ്പലക്കുളം. ഈ അമ്പലക്കുളത്തിലാണ് എല്ലാവരും കുളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൃഷ്ണ, നല്ല ഐസിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഈ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഒരു കോരിച്ചെരിയണ തണുപ്പായിരിക്കേ. ഇപ്പം തന്നെ ഞാൻ ഈ വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് വിറയ്ക്കുക ചെയ്യുന്നു, അത്ര ഐസ് പോലെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്രയും തണുപ്പാണ്. ഇന്ന് നമ്മൾ ഈ സമയത്താണ് പോണത്. ഞാനൊരു 4:30 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലേക്ക് വന്നിട്ട് അമ്പലത്തിൻ്റെ അവിടെ എത്താറായി കേട്ടോ. ഇപ്പോൾ തന്നെ ഈ വണ്ടിയിൽ കാറ്റടിച്ചിട്ട് പോകുമ്പോൾ അത്രയും തണുപ്പാണ്. അപ്പോൾ അന്ന് എന്തൊരു തണുപ്പായിരിക്കും എന്ന് വിചാരിച്ചേ. പുലർച്ചെയാണ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് പാട്ടെല്ലാം പാടി, എന്നിട്ട് കുളത്തിൽ പോയിട്ട് കുളിച്ച് തുടികൊട്ട് കളി, കൈകൊട്ട്, അങ്ങനെ പലതരം ആ വെള്ളത്തിൽ നിന്ന് തന്നെ തുടിച്ച് കളി, അങ്ങനെ പലതരം കളികളുണ്ട്. അതെല്ലാം ആ വെള്ളത്തിൽ നിന്നെല്ലാം കളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് തലയെല്ലാം തോർത്തി ഡ്രസ്സെല്ലാം മാറ്റി, എന്നിട്ട് വാൽക്കണ്ണാടി കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. വാൽക്കണ്ണാടി, കണ്ണെഴുതി, പൊട്ട് വെച്ച്, പുല്ലാനിക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അന്ന് കുളി കേട്ടോ. മഞ്ഞൾ, പുല്ലാനിക്കിഴങ്ങ് ഇതൊക്കെ ഇട്ടിട്ട്, സോപ്പൊന്നും തേക്കില്ല അന്നത്തെ ദിവസം. എന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഈ കണ്ണാടിയിൽ പൗഡറും പൊട്ടിട്ട് മുല്ലപ്പൂ തീർച്ചയായിട്ടും വെക്കണം. അന്നത്തെ ദിവസം മുല്ലപ്പൂ വെക്കും, കണ്ണെഴുതും. അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട്, അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് അവിടെ ഉള്ളത്, അവിടെ വിളക്ക് വെക്കും. അപ്പോൾ അടുത്ത വർഷം ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ആരാണ് കല്യാണം കഴിയുക അങ്ങനെയാണെന്ന് പറയുക. ഓരോ വർഷങ്ങളും, അതായത് ഭർത്താവിന് വേണ്ടിയിട്ടുള്ള നോൻപാണ് ഈ തിരുവാതിര നോൻപ് എന്നാണ്. അപ്പോൾ മകീര മക്കൾക്കും ഉണ്ണി രോഹിണി ഉണ്ടുകൊണ്ടിരിക്കണം, മകീര മക്കൾക്ക് വേണ്ടി നോൽക്കണം, തിരുവാതിര ഭർത്താവിന് വേണ്ടി നോൽക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ 3 വ്രതം അന്നൊക്കെ എടുക്കുക. ഇപ്പോൾ കല്യാണമെല്ലാം കഴിഞ്ഞ് വേറൊരു നാട്ടിലൊക്കെ ആയി. ഇവിടത്തെ രീതിയും നമ്മുടെ അവിടുത്തെ രീതിയും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് സാധിക്കാറില്ല. എഴുന്നേറ്റ് ഞാൻ കുളിച്ച് നമ്മുടേതായ ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോവും, വ്രതം എടുക്കാറുണ്ട്. വ്രതം എടുക്കുമ്പോൾ എനിക്കിപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ വ്രതം എടുക്കാൻ കഴിയുന്നില്ല. എന്നാലും ഞാൻ ഒരു നേരം എടുക്കാറുണ്ട് കേട്ടോ. ഒരു നേരം എന്ന് പറഞ്ഞാൽ പൊതുവേ ഞാൻ ഒരു നേരമാണ് ഭക്ഷണം കഴിക്കാറുള്ളൂ, ഉച്ചയ്ക്ക് മാത്രം, രാത്രി ചോറിനാറില്ല. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൻ്റെ എവിടെയൊന്നും കടകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ല, വണ്ടികളൊക്കെ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ അന്ന് കൊടുവായൂർ തേരാണ്, പാലക്കാടാണ്. അപ്പോൾ അവിടെ കൊടുവായൂർ തേരുണ്ടാവും ഇന്നത്തെ ദിവസം. അപ്പോൾ ആ കൊടുവായൂർ തേരിൻ്റെ അവിടെ പോയി, പിന്നെ ഇളനീരുണ്ടല്ലോ, ഇളനീരും പഴവും കൂടിയിട്ട്, പഴം, ഇളനീര് അതൊക്കെ കൂടിയിട്ട് അഭിഷേകത്തിന് കൊടുക്കും. അഭിഷേകത്തിന് കൊടുത്ത് അഭിഷേകത്തിൻ്റെ ആ പ്രസാദം കഴിച്ചിട്ടാണ് അന്നത്തെ ഒരു ദിവസം തുടങ്ങുക. ഇത് പെരളശ്ശേരി അമ്പലത്തിലത്തെ കുളമാണേ. ഇത് കൽപ്പടവ് എല്ലാം കണ്ടില്ലേ, ഈ കൽപ്പടവ് ഉണ്ടാക്കാൻ അതൊരു മഹാൻ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം പോയി തൊഴുത് ഇവിടെ നിന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് പിന്നെ മുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ. നാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. പെരളശ്ശേരിയിൽ നാഗങ്ങളാണ് നിറയെ. കുട്ടികളില്ലാത്തവരൊക്കെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. നല്ല പ്രസിദ്ധപ്പെട്ട ഒരു അമ്പലമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്